നമുക്കിന്ന് പ്ലാമുടിയിൽ തന്നെ നമുക്കൊരു ചെറിയൊരു കട കണ്ടാലോ? ആ ചെറിയ കട 50 വർഷം മുമ്പ് പ്ലാമുടിയിലുണ്ടായിരുന്ന കടയാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് അപ്പൂപ്പനായിട്ട് ഉണ്ടായിരുന്ന കടയാണ്. അത് കഴിഞ്ഞ് അവരുടെ മക്കൾ നടത്തി. അത് കഴിഞ്ഞ് അവരുടെ ഏറ്റവും ഇളയ മകൻ ഒരു ലൈമാനായിരുന്നു. അയാൾ ഓഫീസറായിട്ട് റിട്ടയർമെൻ്റ് എടുത്തു. ഇപ്പോൾ റിട്ടയർഡായി. അപ്പോൾ അത് കടയൊക്കെ ഒന്ന് പുതുക്കി ഒരു ചെറിയ കട നമ്മുടെ ഫോറസ്റ്റ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ കട റീ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ആ കടയൊന്ന് കണ്ടാലോ? ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നേക്കണേ എന്തിനാണെന്നറിയാമോ? ഇവിടെ ഒരു കടയുണ്ട് ഫോറസ്റ്റ് ഏരിയയുടെ അടുത്ത്. കണ്ട ഫോറസ്റ്റ് ഏരിയ കണ്ട. ഇവിടെ വണ്ടിയൊക്കെ വന്ന് തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ്. വണ്ടിയൊക്കെ വന്ന് തിരിഞ്ഞു പോകണം. ഇത് പ്ലാമുടിയിൽ വണ്ടി ഇവിടെയാണ് ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ വന്നാണ് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. വർഷങ്ങളായിട്ട് ഈ കടയുള്ളതാണ്. അപ്പൂപ്പനായിട്ട് തുടങ്ങിയ കടയാണ്. ഇപ്പോൾ അതൊന്ന് ഓടൊക്കെ വെച്ച കടയായിരുന്നു. അതൊക്കെ ഒന്ന് വിപുലീകരിച്ച് ഒരു ചെറിയ കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഇവിടെ കൂപ്പിൽ പണിയാൻ വന്ന ആൾക്കാർ മൊത്തം ഇവിടെ വന്നിട്ടാണ് ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ലൈമാനായിരുന്നു. കട കണ്ട ചെറിയൊരു കടയാട്ടോ. കണ്ട ഈ കട നടത്തുന്ന ചേട്ടൻ ലൈമാനായിരുന്നു. ഇപ്പോൾ ചേട്ടൻ അത് റിട്ടയർഡ് ആയിട്ട് ഓഫീസറായിരുന്നു. ഓക്കെ ചേട്ടാ, എങ്ങനെയുണ്ട് കട? പുരോഗമനം അല്ല, ഈ കട പണ്ട് നടന്നുകൊണ്ടിരുന്നതല്ലേ ഏട്ടാ? 50 വർഷമായി ഞങ്ങൾ ഇവിടെ ചായക്കടക്കാരായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു 15 വർഷം ജോലി സംബന്ധമായിട്ട് മാറി. ചേട്ടൻ ആദ്യം ലൈമാനായിരുന്നു, പിന്നെ ഓഫീസറായിട്ട് ഇപ്പോൾ റിട്ടയർഡ് ചെയ്തു. അപ്പോൾ ചേട്ടൻ ഒരു ചെറിയ കട വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കണം. ഇതേ കണ്ടോ, ഇതിൽ പരിപ്പൊടി ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. പഴംപൊരി, പരിപ്പുവട, മുട്ട. വെല്ലിമ കഴിക്കണുണ്ടോ? വെല്ലിമ പറഞ്ഞു ചായ കുടിക്കാൻ. എങ്ങനെയുണ്ട് ചായ? സൂപ്പർ ചായയാണ്. അടിപൊളി. കേട്ടോ. അപ്പൊ ഇവിടെ വന്ന് എല്ലാരും ഒരു ചായ കുടിക്കുക. അതുപോലെ പരിപ്പുവട, പഴംപൊരിയൊക്കെ ഒന്ന് കഴിക്കുക. കണ്ടോ, പഴം നല്ല വൃത്തിയായിട്ട് മേശയൊക്കെ ഇട്ടിരിക്കുന്നു. അടുക്കളയൊക്കെ കാണിച്ചു തരട്ടെ. നമ്മുടെ പൂഞ്ചി ചായ ഉണ്ടല്ലോ. ചേട്ടൻ ചായ അടിക്കുന്നുണ്ടോ? ചായ അടിക്കണേ ചേട്ടൻ്റെ പൂഞ്ചി ചായ. ചായ ഇപ്പം എടുക്കുന്നുണ്ട്. ഒരു പൂഞ്ചി ചായ അടിച്ചേട്ടാ. പഴയ കാലത്ത് അടിക്കണ പൂഞ്ചി ചായ കേട്ടോ. ഓക്കെ ചേച്ചി. ചേട്ടൻ പൂഞ്ചി ചായ എടുത്തേക്കണുണ്ടോ? അയ്യോ, പഞ്ചസാര ഇട്ടോ കേട്ടാ. ആ പൂഞ്ചി ചായ ഒന്ന് കാണിച്ചേ. ചേട്ടന്റെ ചായ എടുക്കണേണ്. ചേട്ടൻ അത് എനിക്ക് ഷുഗർ ആയതുകൊണ്ട് മാറ്റി. ചേട്ടൻ എനിക്കൊരു പൂഞ്ചി ചായ വേറെ അടിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടോ, പൂഞ്ചി ചായ ഉണ്ടോ നോക്ക്.
ചേട്ടനാണ് ചായ കച്ചവടക്കാരൻ. ചെറിയ കടയാട്ടോ, നല്ല അടിപൊളി സാധനങ്ങളാണ് ഉണ്ടാക്കുന്നതൊക്കെ. ചേട്ടന് 50 വർഷത്തോളം ഈ കട നടത്താൻ. അച്ഛൻ ചേട്ടനത് കട നടത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ട ചായ അടിക്കുന്നുണ്ടോ? ഞാൻ കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ. ചായക്കടയിൽ ആവശ്യമായ പലവ്യഞ്ജനങ്ങളുണ്ട്. അത്യാവശ്യം വാങ്ങുന്നവർക്ക് കൊടുക്കുകയും ചെയ്യാം. ചെറിയ സ്ഥാപനം. ഇവിടെ ഒരു ചെറിയതായിട്ട് ഒരു അത്യാവശ്യ സാധനങ്ങൾ, ഇച്ചിരി അരിയും കുറച്ച് സാധനങ്ങൾ, മിഠായി, അങ്ങനെ കുറച്ച് സാധനങ്ങളായിട്ട് അവരുടെ കട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നല്ല വൃത്തിയായിട്ട് ഇരിക്കും. അടക്കി പറക്കിയൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകും. ഇതിൽ ആട്ടിയിട്ടാട്ടോ, അതെ ആട്ടുകല്ല് ഉണ്ടാവും. ഇതിൽ ആട്ടിയിട്ടാട്ടോ ഇവര് കണ്ട ആട്ടിയെടുത്തിട്ടാണ് നമുക്ക് ദോശ, ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കണേ. പണ്ടത്തെ പോലെ പണ്ട് ഒന്നും മിക്സി ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ആട്ടുകല്ലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ആട്ടുകല്ല് വെച്ചിട്ട് ഇവര് ദോശ, ഇഡ്ഡലി ഒക്കെ അരച്ചെടുക്കണേ. അപ്പോൾ ആ ചേച്ചി ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ഇഡ്ഡലിയും ദോശയൊക്കെ ഒന്ന് കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഈ വിറകടുപ്പിൽ വെച്ചിട്ടാട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണേ. കണ്ടോ, എല്ലാവരും വിറകിൽ വെച്ചിട്ടാണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത്. പാല് മാത്രമേ അവർ ഇതിൽ വെച്ച് തിളപ്പിച്ചിടുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നത് വിറകടുപ്പിൽ വെച്ചിട്ടാണ്. വിറക് വെച്ചേക്കുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് അതിലാണ്. ഈ വിറകടുപ്പിൽ ഉണ്ടാക്കിയ പാത്രമാണ് വെള്ളത്തിൻ്റെ പാത്രം. വെള്ളവും കാണിച്ചു തരാം. 50 വർഷത്തോളം സ്റ്റാൻഡ്. ഇതിൻ്റെ പ്രകാശം നോക്കിയേ, എന്ത് ഭംഗിയാന്ന്. ചെറുതായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. മഞ്ഞൾ, പച്ചമുളക് അങ്ങനെയുള്ള ചെറിയ കൃഷികളുണ്ട്. അച്ചിങ്ങ എല്ലാം നട്ടിട്ടുണ്ട്. എന്താ അവരുടെ കടയാട്ടോ. കടയുടെ കുറച്ച് ബാക്കിലുള്ള സ്ഥലം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോവുമായിട്ട് നമുക്ക് ഈ വഴിക്കടെ പോയാലുണ്ടല്ലോ, നമുക്ക് ചെക്ക് ഡാം കാണാൻ പോവാട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട്. കണ്ട പശുവുണ്ട്. കണ്ട പശുവിനൊക്കെ. ഇത് ഫോറസ്റ്റിലേക്ക് പോണ ഏരിയ കേട്ടോ. ഇവിടെ ഒരു കാരണവശാലും അനുവാദമില്ലാതെ നമ്മളെ കടത്തി വിടൂല. ഇത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. പശുവും കിടാവും നിൽക്കണമൊക്കെ. ഇതിൻ്റെ പാലെടുത്തിട്ടാണ് ചേട്ടൻ നമുക്ക് ചായ ഉണ്ടാക്കി തരണേ കേട്ടോ. അങ്ങോട്ട് പോവാൻ നമുക്ക് അനുവാദമില്ല. ഫോറസ്റ്റ് ഏരിയ ആണ്. ഇങ്ങോട്ട് നമുക്ക് അനുവാദമില്ല പോവാനായിട്ട്. കണ്ട യൂക്കാലിയൊക്കെ കണ്ട.